ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. ഒന്നുകൂടി ചേർന്ന് പറയുമ്പോൾ യേശുനാഥ, യേശുനാഥ നീ എൻ ദൈവം, യേശുനാഥ നീ എൻ ആശ്രയം, യേശുനാഥ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, നന്ദിയോട് സ്തോത്രം. ഇന്ന് പൽക്കാലം അനുഗ്രഹിക്കപ്പെട്ട ആരാധന ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. അങ്ങയുടെ വിളിയേരുദാസിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ട ആലോചന ഇന്ന് രാവിലെ സമയം ഞങ്ങൾക്ക് തന്നതിനാൽ സ്തോത്രം. അടിയനിതാ അടിയനിതാ എന്ന യശയ്യാവ് പറഞ്ഞതുപോലെ കർത്താവേ, ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് വീണ്ടും അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ ഇരിക്കുന്നു. ദൈവകൃപ ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുത്രനെ മഹത്വപ്പെടുത്തണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോട് കേൾക്കുമാറാകണമേ. ആമേൻ. നമുക്ക് എല്ലാവർക്കും ഇരിക്കാം. നമുക്കൊരു വാക്യം വായിക്കാം. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 13-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. Let's turn our attention to Philippians chapter 4 and verse 13. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. I can do all things through him who strengthens me. ഇന്ന് പൽക്കാലം കടന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിന്റെ നാമത്തിൽ ആദ്യമായി എൻ്റെ വന്ദനം അറിയിക്കുന്നു. This morning I want to welcome all those who have gathered here in the name of Jesus. അതേ, ഈ അമേരിക്കയിൽ നിന്നും വിവിധ രാജ്യങ്ങളിൽ നിന്നും നമ്മെ ശ്രദ്ധിക്കുന്ന നമ്മുടെ ആരാധനയിൽ പങ്കുകൊള്ളുന്ന അനേകരുണ്ട്. അവരെ എല്ലാവർക്കും സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്കും ഞങ്ങളുടെ വന്ദനം അറിയിക്കും. I also welcome and greet all the people that have joined us from all parts of the United States and all parts of the world. ഇന്ന് രാവിലെ സമയം ശക്തിയേറിയ ഒരു ആലോചന നമ്മുടെ ഇവാഞ്ചലിസ്റ്റ് ബെഞ്ചമിന് ലഭിപ്പാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി. This morning through Evangelist Benjamin we have received an amazing word of God. നമ്മൾ കേട്ട ദൂത് പോലെ അടിയനിതാ അടിയനിതാ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ സമർപ്പിച്ച ഒരു യശയ്യാവിനെ പോലെ ദൈവസന്നിധിയിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. Let's also submit ourselves in the presence of God, into the hands of God, just like Isaiah did by saying, "Here I am, O Lord." യശയ്യാവ് ഒരു ദൈവിക ദർശനം പ്രാപിച്ചു കഴിഞ്ഞപ്പോഴാണ് ദൈവത്തിന്റെ യഥാർത്ഥമായ മഹത്വം തനിക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണമായത്. When receiving the actual vision from God, that's when he clearly understood the glory of God. സ്വർഗീയ ആരാധന കണ്ടു കഴിഞ്ഞപ്പോൾ തന്റെ ജീവിതത്തിൽ കുറ്റബോധമുണ്ടായി. ദൈവസന്നിധിയിൽ ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിച്ച ചോദ്യത്തിന് മുമ്പിൽ കർത്താവേ അടിയനിതാ എന്ന് പറഞ്ഞ യശയ്യാവ് തന്നെ താൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന സമർപ്പിക്കുന്ന ഒരു വിഷയം നല്ല നിലയിൽ നമുക്കത് മനസ്സിലാക്കുവാൻ തക്കവണ്ണമായി. When he saw and experienced the heavenly worship in that vision, there was the question that was asked, who shall go for us? And in that question we see Isaiah submitting himself and saying, "Here I am, O Lord." നമ്മൾ വായിച്ച വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് തന്റെ ജീവിതത്തിൽ താൻ കാരാഗ്രഹത്തിൽ കടന്നപ്പോൾ പറഞ്ഞ ഒരു വാക്കാണ്, ഒരു വാചകമാണ് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി നമ്മൾ വായിച്ചത്. The passage that we read for meditation this morning is one where Paul, who is in prison, makes this statement about God. പൗലോസ് ഇപ്പോൾ റോമിലെ കാരാഗ്രഹത്തിലാണ്. Paul at this moment is in the prison of Rome. താൻ കാരാഗ്രഹത്തിൽ കടന്നപ്പോൾ കാരാഗ്രഹ ലേഖനങ്ങൾ എന്നറിയപ്പെടുന്ന അതേ പല ലേഖനങ്ങൾ തന്റെ സഭയ്ക്ക് അതേ ദൈവസഭയ്ക്ക് വേണ്ടി അയച്ചു തന്നായി നമുക്ക് കാണുവാൻ തക്കവണ്ണം There are കഴിയും. many letters that Paul wrote to the many churches that were around, and we know that as the epistles from prison, and this is one of those. എഫെസ്യ ലേഖനം, കൊലോസ്യ ലേഖനം, ഫിലിപ്പിയ ലേഖനം, ഫിലേമോന്റെ ലേഖനം, തിമോഥെയോസിന്റെ 2-ാം ലേഖനം, ഇതെല്ലാം പൗലോസിന്റെ കാരാഗ്രഹ ലേഖനങ്ങളാണ്. Ephesians, Colossians, Philippians, and 2 Timothy are all epistles that Paul wrote while he was in prison. കാരാഗ്രഹവാസത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ അവിടെ വേണ്ടുന്ന പ്രത്യേകിച്ച് അക്കാലത്ത് അത് വേണ്ടുന്ന സ്വാതന്ത്ര്യമില്ല, വേണ്ടുന്ന ഭക്ഷണം ലഭിക്കത്തില്ല. ഒരു ഇടുങ്ങിയ റൂമിൽ കിടക്കുന്ന പൗലോസ് അവിടെ കിടന്ന് ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ പറയാണ്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകും. And if you think about the prison back in those days, it did not have the comfort. It definitely does not have freedom. And in that small room with all the discomfort of that prison, he is saying, "I can do all things through him who strengthens me." കാരാഗ്രഹത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന പലരുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. കാരാഗ്രഹവാസം ഒരിക്കലും അവർക്ക് അവിടെ സന്തോഷമല്ല. I have talked to many people who used to be in prison and have received freedom, and what I know is the life that they had in prison is not one of joy for them. കാരാഗ്രഹത്തിൽ കിടന്ന പൗലോസ് ഈ ലേഖനം എഴുതുമ്പോൾ ഈ ലേഖനം നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. ആവർത്തിച്ച് സന്തോഷിപ്പീൻ,
സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. And if you read what Paul writes over and over again from his epistles and his letters from the prison, he says, rejoice, rejoice, and rejoice. ഈ സഭയുടെ ആരംഭം നമ്മൾ അപ്പോസ്തല പ്രവൃത്തി വായിച്ചു നോക്കുമ്പോൾ ഈ സഭയിലേക്ക് ആദ്യം കടന്നു വന്ന സ്ത്രീ എന്ന് പറയുന്നത് ലുദിയ എന്ന് പറയുന്ന സ്ത്രീയാണ്. And we see Lydia being the first person that came to this church when we examine the book of Acts. അവിടെ വെച്ചാണ് ഈ സഭ ആരംഭിക്കുന്നത്. And that's where this church formed. പിന്നീട് കാരാഗൃഹ പ്രമാണിയും കുടുംബവും ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നു. And then we see that the jailer and his family also joined this fellowship. പിന്നീട് വെളിച്ചപ്പാർത്തിക്കാരായ സ്ത്രീ ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നു. And then we see another person that was doing sorcery that joined this fellowship. ഇതിന്റെ തുടക്കം വളരെ അനുഗ്രഹിക്കപ്പെട്ട തുടക്കമായിരുന്നു. ആ പ്രിയപ്പെട്ടവർക്കെല്ലാം ദൈവിക സന്തോഷം അനുഭവിക്കുന്നത് നമ്മൾ ഈ ലേഖനം വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. And in the beginning of the formation of this church, there was great rejoicing and great blessing in that place, and we can experience that and understand that better when we read this epistle. കൊരിന്ത്യ ലേഖനവും അതേ ഫിലിപ്പിയ ലേഖനവും നമ്മൾ ഒന്ന് താരതമ്യം ചെയ്ത് വായിച്ചു നോക്കണം. ഫിലിപ്പിയ അതേ കൊരിന്ത്യ സഭയിൽ നിന്ന് എപ്പോഴും പൗലോസിന് പ്രശ്നങ്ങളുള്ളതായ അതേ കത്തുകളാണ് വന്നുകൊണ്ടിരുന്നത്. And when you examine the book of Corinthians as well as Philippians, what we see from the church of Corinthians, you see from the church of Corinth, you would see a lot of complaints coming to Paul. ഞാൻ പലപ്പോഴും ഈ ഫിലിപ്പിയ ലേഖനം വായിച്ച് സന്തോഷിച്ചിട്ടുണ്ട്. Many a times I've read this book of the Philippians and I've rejoiced. 17 പ്രാവശ്യം സന്തോഷിപ്പീൻ എന്ന് പറഞ്ഞിരിക്കുന്നു. 17 times he said rejoice. ഈ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു ഇപ്പോൾ എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്. And he's saying in this epistle, I have everything that I need. സമൃദ്ധിയുമായിരിക്കുന്നു. And I am blessed beyond what I need. അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കൊണ്ട് കഴിയും? How is it that you can understand this? പൗലോസിന്റെ ഉള്ളിൽ ഈ സന്തോഷമുള്ളത് കൊണ്ടാണ്. It's because Paul has this joy in his heart. അത് കാരാഗൃഹത്തിൽ അതേ കടന്ന ഒരു വ്യക്തിയുടെ എഴുത്ത് അതേ വീട്ടുകാർക്ക് വന്നത് അതേ ഒരിക്കൽ ഒരു ദൈവദാസൻ വായിക്കുകയുണ്ടായി. A man of God read to me a letter that came to the family of someone that was in jail. ആ എഴുത്തിന്റെ അകത്ത് എഴുതിയിരിക്കുന്ന ആ വാചകം അതേ ദുഃഖത്തിന്റെ കണ്ണുനീരിന്റെ അത് വായിക്കാൻ തന്നെ വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു. കണ്ണുനീരുകൊണ്ട് ആ എഴുത്ത് മുഴുവൻ നനഞ്ഞ് ഇരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഇവിടെ സുഖം അനുഭവിക്കുമ്പോൾ ഞാനിവിടെ കഷ്ടത അനുഭവിക്കുന്നു എന്നാണ് അതിന്റെ ചുരുക്കം. And when that letter was read out loud, what people started to cry, and the tears fell upon those letters because the words in there was not of comfort, but he was saying that while you are being comfortable, I'm going through a lot of sorrow. പൗലോസിന്റെ ഈ ഫിലിപ്പിയ ലേഖനം വായിക്കുമ്പോൾ ഇത് കാരാഗൃഹത്തിൽ കിടന്ന് എഴുതിയാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. But when you read the book of Philippians, you will doubt whether Paul was actually in prison. അത് മുഴുവൻ പറഞ്ഞിരിക്കുകയാണ് സന്തോഷിപ്പീൻ. ആ സന്തോഷം തനിക്കുണ്ട്. ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിപ്പീൻ. And he says, do not be concerned about everything, but offer everything unto God, and you can see that joy in his life. ഇന്ന് കാലം നമ്മൾ വായിച്ച വേദവാക്യത്താൻ പറയുന്നു, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകും. And the verse that we read this morning, he says, I can do all things through him who strengthens me. അപ്പോസ്തലനായ പൗലോസ് ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ചാണ് കർത്താവിനെ കണ്ടുമുട്ടുവാൻ ഇടയായിത്തീർന്നത്. At the gates of Damascus is where Paul met our Lord. താൻ മഹാപുരോഹിതന്മാരുടെ അധികാരപത്രം വാങ്ങിച്ച് ഡമാസ്കസിന്റെ പടിവാതിൽക്കൽ എത്തിയപ്പോൾ സൂര്യനെ കവിയുന്ന ഒരു പ്രകാശം തന്റെ മേൽ അടിച്ച് തന്നെ നിലത്തിടുവാൻ തക്കോടെയായി. With the authorization that he received from the high priest, and as he was traveling, as soon as he entered the gates of Damascus, a light that shone much brighter than the sun hit him, and then he fell at the gates of Damascus. തന്റെ മതമാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ മതം എന്ന് വാദിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പൗലോസ്. He was one who debated that the religion and the beliefs that he had was the right one. അന്ന് കാലത്തെ ക്രിസ്ത്യാനികളെ മുഴുവൻ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് പൗലോസ്. A man that used to torture and persecute all the Christians that existed at that time. താൻ അധികാരപത്രം വാങ്ങിച്ച് താനും തന്റെ അനുയായികളും ഒന്നിച്ച് അതേ ദമസ്കോസിലേക്ക് അതേ പോകുന്ന വഴിയിലാണ് കർത്താവ് തന്നോട് സംസാരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. And with the authorization letter that he received, him and those that were traveling with him, they came to that point of the gates of Damascus. പൗലോസിന്റെ ജീവിതത്തിൽ കർത്താവിനെ കണ്ടുമുട്ടിയ നാൾ മുതൽ താൻ വളരെ പ്രതികൂലത്തിനും കഷ്ടത്തിൽ കൂടി കടന്നുപോയ ഒരു വ്യക്തിയാണ്. Paul is a man who went through a lot of suffering from the moment that he met this Christ. ഏത് കഷ്ടത്തിൽ തനിക്ക് പറയാനുള്ള വാചകം ഇതാണ്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം
ഞാൻ സകലത്തിനും മതിയാകും. And in the midst of any of those suffering and challenges that he faced, the words that he would utter out is, I can do all things through Christ who strengthens me. പല സ്ഥലങ്ങളിൽ തന്റെ സാക്ഷ്യം പൗലോസ് പ്രസ്താവിച്ചിട്ടുണ്ട്. You know that he has testified in many different places. പലപ്പോഴും തന്നെ കോർട്ടിൽ വിസ്താരം നടത്തിയിട്ടുണ്ട്. Many a time he was judged in the court. തനിക്ക് വേണ്ടി സംസാരിപ്പാൻ തക്കോണം താൻ ഒരു വക്കീലിനെ അറേഞ്ച് ചെയ്തായിട്ട് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നില്ല. We don't see him arranging an attorney to talk on his behalf. താൻ തന്നെയായിരുന്നു തന്റെ വക്കീല്. He himself was his own attorney. ഏത് സ്ഥലത്തും ധൈര്യത്തോടെ പിന്മാറാതെ കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിപ്പാൻ ഇടയായിത്തീർന്നത് തന്നെ ശക്തനാക്കുന്ന ഒരു ദൈവം ഉണ്ടായിരുന്നുള്ള. The fact that he was able to stand up for himself and testify about Christ was the reason behind that is the fact that there was a Christ who strengthened him at all ഒരു times. ദിവസം തന്നെ വിസ്തരിപ്പാൻ തക്കോണം കൊണ്ടു നിർത്തിയപ്പോൾ Once when he was brought to the courts to be judged, തന്നെ അതേ ചമ്മട്ടി കൊണ്ട് അടിപ്പാൻ തക്കോണം തീരുമാനിച്ചപ്പോൾ and when they decided to whip him, താൻ ഒരൊറ്റ ചോദ്യം ചോദിച്ചു. one question that he asked, റോമാ പൗരനും വിസ്താരം കഴിയാത്തനുമായ എന്നെ ചമ്മട്ടി കൊണ്ട് അടിക്കുന്നത് ശരിയാണോ? the fact that I've had a due process in this court and the fact that I'm a Roman citizen, is it right for you to whip me in this manner? തന്നെ അടിക്കാൻ ഭാവിച്ചവര് പെട്ടെന്ന് ചമ്മട്ടി അവിടെ താഴെ ഇട്ടിട്ട് പേടിച്ചു പോയി എന്നാണ് വായിക്കുന്നത്. And we see that those who picked up that whip got scared and they put it down there and they were scared. അവർ സഹസ്രാധിപനോട് പറഞ്ഞു. And they went to the authorities and they said, ഈ മനുഷ്യൻ ആരാണെന്ന് അറിയാമോ? do you know who this man is? അവൻ റോമാ പൗരനാണ്. He is a Roman citizen. സഹസ്രാധിപൻ പേടിച്ചു പോയി എന്നാണ് വായിക്കുന്നത്. And we see that man was, the centurion was scared. അവിടെ എല്ലാം തന്നെ ശക്തിപ്പെടുത്തുന്ന ദൈവത്തിന്റെ കരത്തിന്റെ പ്രവർത്തനം നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. And what we see is the mighty hand of God that worked for him, that strengthened him there. ഈ ശക്തിയെക്കുറിച്ച് ഇന്ന് കാലം 5 വിഷയങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുൻപാകെ പറയാൻ തക്കവണ്ണം പോകുന്നത്. And it is about this power that I want to talk to you this morning and the 5 aspects around it. സഹസ്രാധിപൻ വന്ന് ചോദിച്ചു, നീ റോമാ പൗരനാണോ? And the man in authority said, are you a Roman citizen? അതെ, ഞാൻ റോമാ പൗരനാണെന്ന് പറഞ്ഞു. And he said, yes, I am. ഉടനെ സഹസ്രാധിപൻ പറഞ്ഞു, ഞാൻ അനേകം മുതൽ കൊടുത്ത് ആണ് ഈ പൗരത്വം സമ്പാദിച്ചത്. And the man in authority said, I received that citizenship after giving a lot of my wealth. പൗലോസ് പറയുന്നു, ഞാൻ അങ്ങനെ തന്നെ റോമാ പൗരനായി തന്നെ ജനിച്ചവനാണ്. But Paul says, no, but I am a Roman citizen who was born this way. അക്കാലത്ത് റോമാ പൗരത്തിന് അത്രമാത്രം വിലയുണ്ടായിരുന്നു. That was the value of a Roman citizenship in that time. ഇന്ന് അമേരിക്കൻ സിറ്റിസൺഷിപ്പിന് എന്തുമാത്രം വിലയുണ്ടോ അതിനേക്കാൾ കൂടുതൽ വിലയായിരുന്നു റോമാ പൗരത്വമുള്ള ഒരു വ്യക്തിക്കുണ്ടായിരുന്ന വില. The value that you and I place on American citizenship today does not compare to the value of Roman citizenship during that time. സഹസ്രാധിപൻ അനേകം മുതൽ കൊടുത്താണ് ഇത് വാങ്ങിയത്. Because this man had given so much money to earn that citizenship. പൗലോസ് ജനിച്ചപ്പോൾ തന്നെ റോമാ പൗരനായിട്ടാണ് ജനിച്ചത്. But when Paul was born, he was born as a Roman citizen. എന്നാൽ താൻ യഹൂദനായിരുന്നു. But he was also a Jew. അതേ, താൻ ബെന്യാമിൻ ഗോത്രത്തിൽപ്പെട്ടവനായിരുന്നു. He belonged to the tribe of Benjamin. അതേ, താന് ഗമാലിയലിന്റെ പാദപീഠത്തിൽ നിന്ന് പഠിച്ച ഒരു മഹാപണ്ഡിതനാണ്. And he is a scholar that studied at the feet of Gamaliel. അക്കാലത്ത് ഗമാലിയലിന്റെ പാദപീഠത്തിൽ ഇരുന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വലിയ പേരുകെട്ട യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നതിന് തുല്യമായിരുന്നു. To sit at the feet of Gamaliel and study is equivalent to studying at some of the greatest universities in the world today. ന്യായപ്രമാണം മുഴുവൻ സൂക്ഷ്മതയോടെ പഠിച്ച വ്യക്തിയാണ്. He is a man that understood the laws very intricately. തനിക്ക് പഴയ നിയമം നല്ലോണം വ്യാഖ്യാനിക്കാൻ He അറിയാമായിരുന്നു. had the ability to interpret the Old Testament. എബ്രായ ലേഖനം മുഴുവൻ അതേ ലേവ്യ പുസ്തകത്തിന്റെ ഒരു വ്യാഖ്യാനമാണ്. And if you study the book of Hebrews, it's an interpretation of the book of Leviticus. താൻ പള്ളിയിലൊക്കെയും ചെന്ന് ക്രിസ്തു തന്നെ മശിഹ എന്ന് ന്യായപ്രമാണത്തിൽ നിന്ന് തെളിയിച്ച് പഠിപ്പിക്കാൻ തക്കണോ അത്രമാത്രം കഴിവ് എനിക്കുണ്ടായിരുന്നു. He had the ability to pick up the Old Testament and prove that Christ alone is the Lord in the streets with all the people around him. എന്നാൽ താൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ പറയുകയാണ്, എന്നെ ശക്തനാക്കുന്ന ഒരു ദൈവമുണ്ട്. But when he is in prison, he says, there is a God who strengthens me. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, Child of God listening to me this morning, നമ്മുടെ പ്രയാസഘട്ടങ്ങളിൽ, നമ്മുടെ വേദനകളിൽ, നമ്മുടെ ദുഃഖങ്ങളുടെ നടുവിൽ നമ്മെ ശക്തനാക്കുന്ന ദൈവത്തിന്റെ കാര്യത്തിന്റെ പ്രവർത്തനം നമുക്ക് കണ്ട് സന്തോഷിക്കാം. in the midst of your pain, in the midst of your problems and challenges that you face, let's see that God who can strengthen you. 1919 പോളണ്ട് സ്വാതന്ത്ര്യം പ്രാപിക്കാൻ തക്കടിയായിത്തീർന്നത്. It was in 1919 that Poland received freedom. അതിന്റെ ഒന്നാമത്തെ പ്രസിഡന്റ് പാരസ്കി എന്ന് പറയുന്ന
ഒരു പിയാനിസ്റ്റ് ആയിരുന്നു. And Palestine, a man, was the first prime minister who also was a pianist. താൻ നന്നായിട്ട് പിയാനോ വായിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. And he was a man that played piano really well. താൻ ഒരു കൺസേർട്ട് നടത്തിയാൽ 10,000-ങ്ങളാണ് തന്റെ മ്യൂസിക്കൽ കൺസേർട്ടിന് കൂടി വരുന്നത്. And there were 10,000s of people that would gather for a concert when he would play the piano. അതേ ഒരു സ്ഥലത്ത് ഒരു അതേ പാരസ്കിയുടെ കൺസേർട്ട് ഉണ്ടെന്ന് കേട്ട് 10,000-കണക്കിന് ആൾക്കാർ കൂടിയിരിക്കുകയാണ്. And there is a place where while they heard that he was playing the piano, and 10,000s of people were gathered there. അവിടെ സീറ്റ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. And it was really difficult to get the seat. അതുകൊണ്ട് മണിക്കൂർ മുമ്പേ ആൾക്കാർ പോയി സീറ്റ് പിടിക്കും. So people would come hours before the concert started, and they would grab a seat. ഒരു അമ്മയും മകനും ഈ പാരസ്കിയുടെ അതേ മ്യൂസിക്കൽ കൺസേർട്ടിന് പോകാൻ തക്കണം തീരുമാനിച്ചു. And so Palestine's concert, this mom and his son decided they need to go see the concert. നടന്ന സംഭവമാണ്. And this actually happened. ഈ അമ്മയും മകനും ഏറ്റവും മുന്നത്തെ സീറ്റിൽ പോയിരിക്കുക. And this mother and son is sitting in the front row. സമയമായില്ല, ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. It's not time yet, and the crowd is slowly gathering. അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മ പുറകോട്ട് ഒന്ന് നോക്കി. And so in that moment the mom turned around to look back. നോക്കിയപ്പോൾ പഴയ തന്നോട് പഠിച്ച ഒരു സഹപാഠി പുറകിൽ ഇരിക്കുന്ന കാഴ്ച കണ്ടു. And so she saw an old friend of hers that studied with her in school in the back. ഈ അമ്മ ഈ സഹപാഠിയെ കണ്ടപ്പോഴത്തേക്ക് തന്റെ 7 വയസ്സുള്ള കുഞ്ഞ് അവിടെ ഇരിപ്പെടുന്നുള്ള കാര്യം എല്ലാം മറന്ന് അവിടെ എഴുന്നേറ്റ് ഓടി പുറകിലേക്ക് കടന്നു ചെന്നു. And when she saw a friend from old time from school, she forgot that she had a 7-year-old son. She left him and ran towards her. നമ്മുടെ പെണ്ണുങ്ങളുടെ സംസാരമല്ലേ, കുറെ മണിക്കൂർ അതിന് വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നു. And you can imagine like how they may have been talking. They were talking for several hours, for a long ഈ time. കുഞ്ഞിന്റെ കാര്യം അങ്ങ് മറന്നുപോയി. She forgot about her child. ഈ 7 വയസ്സുള്ള കുഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റു. And so the 7-year-old boy stood up. അവിടെ ഭിത്തിയിലൊക്കെ ഒരുപാട് പെയിന്റിംഗ് ഉണ്ട്, അതെല്ലാം ഇങ്ങനെ നോക്കി പടങ്ങൾ ചിത്രങ്ങൾ കണ്ടിങ്ങനെ രസിച്ചിങ്ങനെ നിൽക്കുകയാണ്. And there was a lot of paintings carved on the walls, and he was looking at it and he was enjoying it. ആ സ്റ്റേജിന്റെ അടുത്ത് നോ അഡ്മിഷൻ എന്ന് പറയുന്ന ഒരു ഡോർ കണ്ടു. And he saw this door that says no admission by the stage. അവിടെ ആർക്കും പ്രവേശനമില്ല. No one can get in there. ഈ പൈതൽ എന്നാ കതക് തുറന്നു. And this boy went and opened that door. അതേ അതിന്റെ അവിടെ അപ്രവശം അടുത്ത പ്ലാറ്റ്ഫോമാണ്. അതേ ഈ പിയാനിസ്റ്റിന് പാട്ട് പാടാനുള്ള പ്ലാറ്റ്ഫോം വിശാലമായ പ്ലാറ്റ്ഫോമാണ്. And there was a big stage right next to that door where the concert was supposed to happen. അത് കർട്ടൻ കൊണ്ട് ഇങ്ങനെ മൂടിയിട്ടിരിക്കുകയാണ്. And that was surrounded and covered by a curtain. ഈ കുഞ്ഞ് ആ ഡോറിൽ കൂടെ കയറി പ്ലാറ്റ്ഫോമിൽ കടന്നു വന്നു. And so this boy went in through the door and came onto the platform. അപ്പൊ ഈ കൊച്ചിന് പിയാനോ വായിക്കാൻ അറിയാം. This boy knows how to play the piano. അതേ ഇവൻ കയറി ആ സ്റ്റൂളിൽ ഇരുന്നുകൊണ്ട് പിയാനോ വായിക്കാൻ തുടങ്ങി. And so he got on that bench and he started to play the piano. അവൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ട്വിങ്കിൾ 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 സ്റ്റാർ എന്നുള്ള പാട്ടാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. And he was playing the song Twinkle Twinkle Little Star. സമയമായപ്പോൾ പെട്ടെന്ന് കർട്ടൻ അങ്ങോട്ട് വലിച്ചു. And at the right time they opened the curtains. എല്ലാവരും ഈ അതേ പിയാനിസ്റ്റിന്റെ ഈ പാരസ്കിയുടെ പാട്ട് കേൾക്കാൻ അവിടെ കൂടി വന്നിരിക്കുന്നത്. All of these people gathered there to listen to the playing of Palestine. കർട്ടൻ മാറ്റി കഴിഞ്ഞപ്പോൾ ഇതാ ഒരു പയ്യൻ ഇരുന്നുകൊണ്ട് പിയാനോ വായിച്ച് പാട്ട് പാടുന്നു. And when they opened the curtains, what they saw was a little boy sitting there singing as he was playing the piano. അവിടെ ഇരുന്നവരൊക്കെ ചിന്തിച്ചു, ഇതെന്തൊരു കളിയാണ്? And so the crowd thought, oh, what is this? ഞങ്ങൾ പാരസ്കിയുടെ പാട്ട് കേൾക്കാനല്ലേ വന്നത്? Did we not come here to listen to ഈ Palestine? പയ്യനാണോ ഇരുന്ന് പാടുന്നത്? Did we come here to listen to this little boy? പെട്ടെന്ന് പ്ലാറ്റ്ഫോമിലേക്ക് ഈ പാരസ്കി കയറി വന്നു. And so immediately Palestine came on to the ഈ stage. പിയാനിസ്റ്റിനെ കണ്ടപ്പോൾ കുഞ്ഞങ്ങ് പേടിച്ചു പോയി. And as soon as the little boy saw him, he was scared. അവൻ പാടിക്കൊണ്ടിരിക്കുന്നത് ട്വിങ്കിൾ 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 സ്റ്റാർ എന്നുള്ള പാട്ട് ശക്തിയോടെ പാടിക്കൊണ്ടിരിക്കുകയാണ്. And he kept singing the song Twinkle Twinkle Little Star. ഇത് പരിഭ്രമിക്കുന്ന കുഞ്ഞിനെ കണ്ടപ്പോൾ ഈ പിയാനിസ്റ്റ് പറഞ്ഞു, നീ ഭയപ്പെടരുത്. And so the Palestine told the little child, don't be scared. നീ ധൈര്യത്തോടെ ഇരിക്കുക. Why don't you sit there നീ boldly? എന്തിനാണ് ഭ്രമിക്കുന്നത്? Why are you scared? അവന്റെ തോളയിലോട്ട് അങ്ങോട്ട് കൈയിട്ടു. And put his arms around his shoulder. എന്നിട്ട് ഈ പാരസ്കിയോട് കൂടി ചേർന്ന് ട്വിങ്കിൾ 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 സ്റ്റാർ എന്നുള്ള പാട്ട് പാടി ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി. And so he also started to sing with the little boy, Twinkle Twinkle Little Star, and he started to praise God. ഓ വാസ്തവത്തിൽ പയ്യൻ വളരെ പേടിച്ചു പോയതാണ്. And it was a moment when this little boy was scared. എന്നാൽ അതിന്റെ ചുമതലപ്പെട്ട ആള് അതേ ഈ പിയാനിസ്റ്റ് തന്റെ തോളത്ത് കായിട്ടുകൊണ്ട് തന്നോട് പറയാണ്, നീ പേടിക്കരുത്. But the person in authority there that is responsible for that stage is putting his arms around that boy and saying, you do not need to be scared. നീ ധൈര്യമായിരിക്കുക. You can be bold നിന്റെ here. പാട്ട് കണ്ടിന്യൂ ചെയ്യുക. You continue your song. തോളത്ത് കായിട്ടുകൊണ്ട് താണ്ട് കൂടി തന്റെ ഒരു കൈ കൊണ്ട്
ആ പിയാനോ വായിച്ചുകൊണ്ട് ടിങ്കിൾ ടിങ്കിൾ സിംഗിൾ സ്റ്റാർ എന്നുള്ള പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങി. And so with one hand on the piano, the left hand on his piano, and with the boy on the piano, joining the boy, he started to sing that song jointly with him, Twinkle Twinkle Little Star. കൂടി വന്ന ജനത്തിനടി വലിയൊരു ആത്മപകർച്ച ഉണ്ടായി. And so with that song there was a great moment of the Holy Spirit there. പലപ്പോഴും നീ ഭാരപ്പെടുമ്പോൾ, പരിഭ്രമിക്കുമ്പോൾ, നിന്റെ ശക്തി ക്ഷീണിച്ചു പോകുമ്പോൾ, നിന്റെ തന്റെ നമ്മുടെ കർത്താവിന്റെ കരമിട്ട് നിന്നെ ശക്തിപ്പെടുത്തുന്ന ദൈവത്തിന്റെ കരത്തിന്റെ പ്രവൃത്തി എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. When you are scared and in moments of your fear, there is an arm of God that comes around you and holds you in this manner, such that He can strengthen you, so that you can say, I am strengthened and I can do all things through Christ who strengthens me. പലപ്പോഴും നീ ക്ഷീണിച്ചു പോയിട്ടില്ലേ? Many a times you have been feeble. എനിക്ക് എന്റെ ജീവിതം വേണ്ടാന്ന് വിചാരിച്ചു പോയിട്ടില്ലേ? Many a times you may have thought, I do not need my life. എന്നാൽ ഇന്ന് വരെ നീ നിലനിൽക്കാനുള്ള കാരണം എന്താണ്? But why is it that you are standing here firmly today? നിന്നെ ശക്തനാക്കുന്ന ഒരു ദൈവം നിന്റെ കൂടെ ഉള്ളതുകൊണ്ട് ഇന്ന് വരെ നീ ശക്തിയോടെ നിൽക്കുന്നു. Because there is a God that has strengthened you through all those moments. That's why you stand here today. ശിംശോനെ കുറിച്ച് ഇങ്ങനെ വായിക്കുന്നു. We read like this about Samson. അവൻ പോയി ഒരു ഫെലിസ്ത്യ കന്യകയെ കണ്ട് ആ കന്യകയെ ഇഷ്ടപ്പെട്ടു. He went to and saw this young woman, young Philistine woman, and he liked her. അതെ, ശിംശോന്റെ ചരിത്രം ന്യായാധിപന്മാരുടെ പുസ്തകം അതേ 13 മുതലുള്ള അധ്യായങ്ങളിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. And we can read his history in Judges from chapter 13 on. അതെ, താൻ പോയി ഒരു ഫെലിസ്ത്യ കന്യകയെ കണ്ടു. He saw this young woman that's a Philistine. അവളെ തനിക്ക് ഇഷ്ടപ്പെട്ടു. And he liked her. മാതാപിതാക്കളോട് പറഞ്ഞു, എനിക്ക് അവളെ കല്യാണം കഴിക്കണം. And went to his dad and mom and said, I want to marry that girl. ഉടനെ അപ്പനും അമ്മയും പറഞ്ഞു, അയ്യോ നിനക്ക് ഇവിടെ പെൺകുട്ടി ഇല്ലാഞ്ഞിട്ടാണോ നീ അന്യജാതിക്കാരുടെ ഇടയിൽ നിന്ന് കന്യക എടുക്കുന്നത്? And so the parents said, is it not, we have so many girls in our own, amongst our own people, why is it that you go to another group of people and get this young girl? അവൻ തീർത്തു പറഞ്ഞു, എനിക്ക് അവളെ വേണം. And he was stubborn and he said, I want this woman. അപ്പനും അമ്മയും കൂടെ അതെ ഇവന്റെ കൂടെ ഈ പെണ്ണിനെ ഫെലിസ്ത്യ കന്യകയെ കാണാൻ തക്കൊണ്ട് പോവുകയാണ്. And so now they are in this journey together, the father, the mother, and Samson, to see this young woman. ആ യാത്രയിൽ അങ്ങോട്ട് പോകുമ്പോൾ And in that journey, ഒരു മുന്തിരിത്തോട്ടത്തിൽ കൂടെ കയറേണ്ടി വന്നു. they came through a vineyard. മുന്തിരിത്തോട്ടം എന്ന് പറഞ്ഞാൽ ആത്മീയ അവസ്ഥയെ ചൂണ്ടിക്കാണിക്കുന്ന. And this vineyard shows a spiritual environment of your life. ബൈബിളിൽ 3 പ്രധാനപ്പെട്ട വൃക്ഷങ്ങളുണ്ട്. There are 3 main trees that you see in the Bible. ഒന്ന് അത്തി, One is the fig, 2 ഒലിവ്, the second is the olive, 3 മുന്തിരി. the third is the wine. മുന്തിരി ഇസ്രായേലിന്റെ ആത്മീയ സ്ഥിതിയെ കാണിക്കുന്നു. And the vineyard shows the grapes, they show the spiritual state of the people of Israel. ഒലിവ് ഇസ്രായേലിന്റെ അതേ മാർഗീയ സ്ഥിതി, മതത്തെ കാണിക്കുന്നു ഒലിവ്. And olive shows the religiosity or religion of the people of Israel. അത്തി ഇസ്രായേലിന്റെ രാഷ്ട്രീയ അവസ്ഥയെ കാണിക്കുന്നു. And the fig shows the political environment of the people of Israel. നമ്മുടെ മുന്തിരി, അതെ മുന്തിരി എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ ആത്മീയ അവസ്ഥയെ കാണിക്കുന്നു. But the grapes, the wine, the vineyard shows the spiritual aspects of them. അതെ, അപ്പനും അമ്മയും അവരൊന്നിച്ചിങ്ങനെ മുന്തിരിത്തോട്ടത്തിൽ കൂടെ പോവുകയാണ്. And as the father and mother is traveling through that vineyard, അപ്പനും അമ്മയും കുറച്ച് മുന്നിൽ യാത്ര ചെയ്യുകയാണ്. and imagine the father and mother traveling a little bit, walking a little bit ahead, ശിംശോൻ അല്പം പുറകിലാണ്. and Samson is behind them. അപ്പൊ മുന്തിരിത്തോട്ടത്തിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടായി. And there was a big problem in that vineyard. തന്നിലേക്ക് തന്നെ കടിച്ചു കീറാൻ തക്കണം ഒരു ബാലസിംഹം ശിംശോന്റെ നേരെ വരികയാണ്. And there's this young lion charging against Samson in that vineyard. മുന്തിരിത്തോട്ടത്തിൽ സാധാരണ സിംഹം കാണാൻ തക്കണം പാടില്ല. In a vineyard, normally a lion should not exist. അവിടെ മുന്തിരിത്തോട്ടത്തിൽ സാധാരണ ചെറിയ കുറുക്കന്മാരെയാണ് കാണുന്നത്. What you should see are little foxes running around in the vineyard. ഈ ആത്മീയ അവസ്ഥയിൽ നിൽക്കുന്ന ഈ മുന്തിരിത്തോട്ടത്തിൽ ഈ ബാലസിംഹം അവിടെ ഉണ്ടായിരിക്കാൻ പാടില്ല. This young lion should not be in that vineyard that represents the spiritual environment. ഇന്ന് പലകാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, Child of God listening to me this morning, നമ്മൾ മുന്തിരിത്തോട്ടത്തിന്റെ ആത്മീയ അവസ്ഥയിൽ ആരാധിച്ച് മുൻപോട്ട് പോകുമ്പോൾ, while you are worshiping in that state of the vineyard and in that spiritual state, നമ്മൾ ഉദ്ദേശിക്കാത്ത സ്ഥലത്ത് നിന്നാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. you may see problems come against you from unexpected places. ആത്മീയമായി ആരാധിച്ച് സന്തോഷിച്ചിരിക്കുന്ന അതേ സ്ഥാനത്തിതോ ഒരു ബാലസിംഹം വരുന്നു. In the same place that they were enjoying the spiritual atmosphere, here is a young lion that is charged up against them. അതിനെ ഇല്ലായ്മ ചെയ്യാൻ വരുന്നു. And they are coming, that lion is coming to destroy them, നിന്നെ കടിച്ചു കീറാൻ വരുന്നു, to rip you apart. ഒരു നിലയിൽ നിന്നെ മുൻപോട്ട് ആത്മീയ സ്ഥിതിയിൽ വിടാത്ത കൊണ്ടും സാധിക്കാത്ത നിലയിൽ
ഇതാ നിനക്കെതിരായി ശത്രു കടന്നു വരുന്നു. And here's the enemy coming charging against you such that you cannot advance in your spiritual state. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത് നിർമ്മതരായിരിപ്പീൻ. This is why Paul says be vigilant, ഉണർന്നിരിപ്പീൻ. be awake. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം എന്നപോലെ ആരെ വിഴുങ്ങെടുത്തറിയാതെ ചുറ്റി നടക്കുന്നു. That the enemy, the lion, is charging again, coming against you, trying to devour you. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ആത്മീയമായി ആരാധിക്കുമ്പോൾ നമുക്കെപ്പോഴും ഉണർവിലിരിക്കേണ്ടതായ ആവശ്യമുണ്ട്. So it is time that every time that you are in this spiritual environment, that you are in a state of revival in your life. ആ ഭാഗം വായിക്കുമ്പോൾ And when you read those verses, ദൈവത്തിന്റെ ആത്മാവ് ശിംശോന്റെ മേൽ കടന്നു we വന്നു. see that the Spirit of God came upon Samson. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമുണ്ട്. And the words that are used there. അവിടുത്തെ ആട്ടിൻകുട്ടിയെ പോലെ അതിനെ കീറിക്കളഞ്ഞു. And that he ripped the lion apart like a young goat. നിന്റെ മുന്നിൽ കടന്നു വരുന്നത്, നിന്നെ തകർക്കാൻ വരുന്നത് ഒരു ബാലസിംഹമാണെന്ന് ഓർക്കണം. Remember that what's charging against you is a young lion. ദൈവിക ശക്തി പ്രാപിച്ചിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, Child of God that is filled with the power of God. നിന്റെ മുന്നിൽ കാണുന്ന ഈ വലിയ പ്രശ്നത്തെ നീ ഒരു ആട്ടിൻകുട്ടിയെ പോലെ കാണണം. The problem that you see as a big problem, you should see it as a young little goat. ഇത് പലരും പ്രശ്നങ്ങൾ കാണുമ്പോൾ ഭാരപ്പെട്ട് നിൽക്കുകയാണ്. Many a times when people see the problems they face, they worry about it. എന്നാൽ നിന്നെ ശക്തനാക്കുന്ന ഒരു ദൈവമുണ്ട്. But there is a God that strengthens you. ഇന്ന് പലക്കാലം ഏത് പ്രശ്നമാണെങ്കിലും അതൊരു ആട്ടിൻകുട്ടിയെ പോലെ കാണുക. If no matter what the problem is or the size of the problem is, look at it as a young little goat. ആട്ടിൻകുട്ടിയായിട്ട് ആർക്കും കടന്നില്ല. Anyone can approach a little young goat. ആട്ടിൻകുട്ടിയായിട്ട് ഒന്നിച്ച് സഞ്ചരിക്കാം. You can walk around with that goat ആട്ടിൻകുട്ടി വളരെ സ്നേഹമുള്ളൊരു മൃഗമാണ്. because it loves you and it's very loving animal. എന്നാൽ സിംഹത്തിന്റെ അടുക്കൽ അത് പാടില്ല. But can you go in the same manner against a lion? ഒരു അമ്മയും അതേ ഒരു മകനും കൂടെ തിരുവനന്തപുരത്തെ കാഴ്ചബംഗ്ലാവ് അതേ കാണാൻ തക്കണം പോയി. A mother and a son went to Trivandrum zoo to see the animals. അവിടെ കടുവായിക്കൊണ്ട് And there are bears there. അതേ ഈ അമ്മയും മകനും ഈ കടുവായെ കണ്ടിങ്ങനെ സന്തോഷിക്കുകയാണ്. And they're seeing this wild animal and they're enjoying it. അവിടെ ഒരു ഫെൻസിങ്ങിനെ കെട്ടിയിട്ടുണ്ട്. And there's a fence around this bear. ഈ കുഞ്ഞു കടുവായെ കണ്ടപ്പോൾ കടുവായുടെ ചാട്ടം കണ്ടപ്പോൾ വലിയ സന്തോഷമായി. And when the little boy saw this bear, he was so happy. ഇത് വർഷം മുമ്പ് നടന്ന സംഭവമാണ്. This happened many years ago. ഈ അമ്മയുടെ കുഞ്ഞിന്റെ സന്തോഷം കണ്ടപ്പോൾ അമ്മയ്ക്ക് സന്തോഷമായി. And when the mother saw the little boy rejoicing, she also became happy. കുഞ്ഞിനെ ഈ കൈട്ടടിക്കാൻ തുടങ്ങിയപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം. And when the little boy started to clap his hands, the mother was even more ഈ excited. ഫെൻസിന്റെ മോളിൽ വെച്ചുകൊണ്ട് ഈ കുഞ്ഞിനെ കാണിക്കാൻ തുടങ്ങി. And so she decided to put this boy on top of the fence so that he can see it clearly. കുഞ്ഞു കിടന്ന് ചാടാൻ തുടങ്ങിയപ്പോൾ അമ്മയുടെ കയ്യിൽ നിന്ന് കുഞ്ഞു താഴെ പോയി. And when the boy started to jump up and down, the boy slipped from the hands of the mom and went down. കടുവയുടെ മുന്നിലാണ് ചെന്ന് വീണത്. And went right in front of the bear. കടുവ ഒറ്റക്കടിക്ക് കുഞ്ഞിനെ കൊന്നു കളഞ്ഞു. And in one bite, the boy was dead. ഞാൻ പറഞ്ഞു വന്ന താല്പര്യം എന്താണെന്ന് അറിയാമോ? Why did I say this? സിംഹത്തിന്റെയും കടുവയുടെ അടുക്കൽ കുഞ്ഞുങ്ങൾക്ക് പോകാനൊക്കത്തില്ല. To these wild animals like lions and the bears, the little children cannot go. എന്നാൽ ആട്ടിൻകുട്ടിയുടെ അടുക്കൽ ആർക്കും പോകാം. But to a little goat or lamb, anyone can ഇന്ന് go. പലകാലം പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുടെ ഇരിപ്പുണ്ട്. There are people that are sitting here that are going through problems and challenges in your life. വളരെ വേദനയിൽ കൂടി ഇരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. There are people that I know that are sitting here that are going through great pain in their life. ലോകരാജ്യങ്ങൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ വളരെ വേദനയിൽ കൂടി പോകുന്നുണ്ട്. And to all the people that are listening to me from all parts of the world, I know that there are people that are going through pains in your life. ഇസ്രായേൽ വലിയ ഭീകരമായ അവസ്ഥയിൽ കൂടി ഇപ്പോൾ കടന്നു പോകുന്നു. And the people that are in the land of Israel are going through a lot of turmoil at the moment. അവരുടെ മുമ്പിൽ വലിയ പ്രശ്നമായിട്ട് നിൽക്കുകയാണ്. Because they see a big problem that's ahead of them. എന്നാൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, But child of God that is worshiping this true God, നിന്റെ മുമ്പിൽ വന്നിരിക്കുന്ന ഈ വലിയ പ്രശ്നമുണ്ടല്ലോ, this big problem that has come against you, ഇന്ന് പലകാലം നീ അതൊരു ആട്ടുകുട്ടിയെ പോലെ കാണുക. can you look at that big problem as a little young lamb or a goat? നിന്നെ ശക്തനാക്കുന്ന ഒരു ദൈവമുണ്ട്. Because there is a God that strengthens you. ഈ പ്രശ്നങ്ങളെ ഇല്ലാതാക്കുവാൻ നിന്നെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. There is a God that's going to strengthen you such that this problem that you face will vanish. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. I can do all things through him who strengthens me. 2 Corinthians 12 അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, When you read 2 Corinthians chapter 12, അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ ഒരു രോഗമുണ്ടായിരുന്നു. there was a sickness that Paul had in his life. അവിടെ വായിക്കുന്നത്, ഞാൻ 3 പ്രാവശ്യം ദൈവത്തോട് അപേക്ഷിച്ചു എന്റെ രോഗം ഒന്ന് മാറ്റണമേ. And he says there 3 times I pleaded with the Lord that he remove this sickness from ഈ me. രോഗത്തെ കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. There are many the theologies around what this sickness ഞാൻ was. പറയുന്ന സാത്താന്റെ ദൂതൻ എന്നെ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുകയാണ്.
പറയുന്നത്. And he says that the messenger of Satan is harassing me. തന്റെ രോഗത്തെ കുറിച്ചാണ് പറയുന്നത്. And he's talking about the sickness that he has. തനിക്ക് വേദന സഹിക്കാൻ നോക്കുന്നില്ല. This pain that he cannot bear. ദൈവസന്നിധി താൻ പ്രാർത്ഥിച്ചു. And so he prayed and pleaded to the Lord. ദൈവമേ എന്റെ ഈ ശൂലം ഒന്ന് മാറ്റി തരണമേ. Oh God, is there a way that you can take this away from me? താൻ പ്രാർത്ഥിച്ച അനേകർക്ക് സൗഖ്യം ലഭിച്ചിട്ടുള്ളതാണ്. This is a man that has prayed for many and has healed them from their sickness. എന്നാൽ പൗലോസിന്റെ സ്വന്തം രോഗം മാറുന്നില്ല. But the sickness and issue that he faces, that's not departing തന്റെ from him. പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി കിട്ടി. The response that he received for his prayer. മകനേ എന്റെ കൃപ നിനക്ക് മതി. Oh my son, my grace is sufficient for you. ഇന്ന് പൽക്കാലം നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ നമുക്ക് സഹിപ്പാനിടയായി. In the midst of the problems that you face, if you have the grace of God, that is sufficient for you. അതേ 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ അതിനുശേഷം പറയുന്ന ഒരു വാചകമുണ്ട്. And there is a word that he says right after saying that. അത് മറ്റാരും പറയുന്നല്ല. It's no one else that's saying this. അത് കർത്താവ് പറയുന്നതാണ്. And this is what God says. എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. That my power is made perfect in weaknesses. എന്റെ കൃപ നിനക്ക് മതി. My grace is enough for you. എന്റെ ശക്തി ഉണ്ടല്ലോ, ആ ശക്തി ഞാൻ അയക്കുമ്പോൾ അത് ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. And the power that you know that I have, when I give you that power, it's going to make you perfect in your weaknesses. കർത്താവിനെ നമ്മൾ പൂർണ്ണമായി അംഗീകരിച്ചു കഴിഞ്ഞാൽ, Once you accept your Lord completely, നമുക്ക് മറുപടി ഉണ്ട്. there is a response you get. നമ്മളെ ശക്തിപ്പെടുത്തുന്ന അതേ കർത്താവാണ് നമ്മുടെ കർത്താവ്. Because we have a God that strengthens us. മകനെ എന്റെ കൃപ നിനക്ക് മതി. Oh son, my grace is enough for you. എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. And that my power will make you made perfect in weaknesses. കാലിഫോർണിയയിൽ വലിയ ധനികനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. There was a rich man in California. 1955 മുതൽ 1975 വരെ വിയറ്റ്നാം യുദ്ധം അമേരിക്കയുമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. And in a time between 1955 and 75, when the war in Vietnam was going between the United States and Vietnam. ഈ ധനികനായ പിതാവ് തന്റെ മകനും കൂടെ അതേ തന്നെയാണ് താമസിക്കുന്നത്. And this rich man and his son, they live alone. എന്നാൽ യുദ്ധം ഇങ്ങനെ കഠോരമായി വന്നപ്പോൾ, But when the battle started to become more fierce, ഈ അപ്പനും അമ്മയും ഈ രാജ്യത്തെ വളരെ സ്നേഹിക്കുന്നവരാണ്. and this is a man, and the man and the son loves this country. തന്റെ മകൻ തീരുമാനിച്ചു യുദ്ധത്തിന് പോകാമെന്ന്. And the son decided that I'm going to go to battle. താൻ വിയറ്റ്നാമിലേക്ക് യുദ്ധത്തിന് കടന്നുപോയി. And he went to the war in Vietnam. അങ്ങനെ തന്റെ തായിലും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, And while he was in the midst of that war, തന്റെ കൂടെ ഉള്ള ഒരു പടയാളി ശത്രുവിന്റെ വെടിയേറ്റു. And this soldier that was next to him was struck by a bullet of the enemy. ഈ മകൻ തീരുമാനിച്ചു ഇവനെ സഹായിക്കണം. And this son decided that I need to help my soldier. വെടികൊണ്ട് അവൻ വീണ് കിടക്കുകയാണ്. And the bullet has struck this man and he's fallen. അതേ മരിക്കത്തില്ല. He's not dying. എന്നാൽ ഈ മകൻ, ഈ അപ്പന്റെ ഈ മകൻ ചെന്ന് ഇവനെ താങ്ങിയെടുത്ത് തന്റെ തോളിൽ ഇട്ടു. But this son, this father's son, picked this soldier, put him on his shoulder. തങ്ക നേരത്തിലേക്ക് ഓടിപ്പോകുകയാണ്. And he is carrying him. തോളിൽ ഇട്ടോണ്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ മകന് ഒരു വെടിയേറ്റു. And while he was carrying the soldier on his shoulder, this son also had a bullet that came from the enemy. ഈ അപ്പന്റെ മകൻ മരിച്ചുപോയി. And this son died on the spot. അതേ കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ, a few years later, ഈ മകന് അതേ ഈ രക്ഷപ്പെട്ട പടയാളിക്ക് വലിയ സങ്കടമായി. And this soldier who escaped, he was really sad. അദ്ദേഹം സുഖം പ്രാപിച്ചു. Because he was healed eventually. അപ്പോൾ തീരുമാനിച്ചു മരിച്ചുപോയ എന്റെ പിതാവിനെ എനിക്കൊന്ന് പോയി കാണണം. And so after his recovery, he decided that I want to go see the father of this boy that helped me. അദ്ദേഹത്തിന് ആ മകന് ആ പടയാളിക്ക് അദ്ദേഹത്തിന്റെ അഡ്രസ്സും നമ്പറും ലഭിക്കാൻ തക്കവണ്ണം. And he was able to get the address of this soldier. ഒരു സുപ്രഭാതത്തിൽ ഈ പടയാളി രക്ഷപ്പെട്ട ഈ പടയാളി ഈ അപ്പന്റെ വീടിന്റെ വാതിൽക്കൽ ചെന്ന് മുട്ടി. And this soldier that had escaped death came to this door and knocked on the door of this house. ഈ പടയാളി നല്ല ചിത്രം വരയ്ക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. And this soldier was someone that would draw, and he had very good artistic talents. തന്റെ മകന്റെ പിതാവിന്റെ മകന്റെ ചിത്രം വരച്ചുകൊണ്ട് ഈ പടയാളി കയ്യിൽ പിടിച്ചുകൊണ്ട് ഈ വീടിന്റെ വാതിൽക്കൽ ചെന്ന് മുട്ടുകയാണ്. And he had completed a painting of this father's son, that soldier that helped him, and he is standing in front of this door with that painting in his hands. ഈ പെയിന്റിംഗ് എങ്ങനെയുള്ളതാണെന്ന് അറിയാമോ? You know what kind of painting this is? അതേ ഈവൻ ഈ രക്ഷപ്പെട്ട പടയാളി അതേ രക്ഷപ്പെട്ട പടയാളിയെ അതേ മരിച്ചുപോയ ഈ മകൻ അദ്ദേഹത്തെ തോളിലിട്ടുകൊണ്ട് പോകുന്ന ഒരു പടമാണ്. And it is a scene of this son carrying this soldier that recovered on his shoulder and going through that battle zone. ഈ മകന്റെ തോളിലിട്ടുകൊണ്ട് ഈ വെടിയേറ്റ പടയാളി പരിക്കേറ്റ പടയാളിയെ കൊണ്ടുപോകുന്ന
പടമാണ് വരച്ചു And വെച്ചിരിക്കുന്നത്. it is a picture of this son who's got a bullet on him, yet carrying this ഈ soldier. പിതാവ് പ്രായം ചെന്നിരിക്കുകയാണ്. And this man, this father has now become അതൊരു old. ക്രിസ്തുമസ് ദിവസമായിരുന്നു. And it was a Christmas day. ഈ പെയിന്റിംഗ് അങ്ങേക്ക് ഞാൻ സമ്മാനം തരുന്നു പറഞ്ഞു അങ്ങോട്ട് കൊടുത്തു. And the soldier said, I'm going to gift you this painting. എനിക്ക് വേറെ ഒന്നും തരുവാൻ He തക്കണില്ല. said, I don't have anything else to give you. ഇദ്ദേഹത്തിന് ഈ പിതാവിന് പെയിന്റിങ്ങിനോട് വളരെ അതേ താല്പര്യമുള്ള വ്യക്തിയാണ്. And this father was someone who really enjoyed painting. ഞാൻ അനേക പെയിന്റിങ് ചിത്രങ്ങൾ തന്റെ ഭവനത്തിൽ വില കൂടിയ ചിത്രങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. And he had many expensive paintings in his house. ഈ മകന്റെ ഈ രക്ഷപ്പെട്ടവനെ ചുമന്നോണ്ട് പോകുന്ന ഈ ചിത്രം കണ്ടപ്പോൾ ഈ അപ്പൻ വാവിട്ട് കരയുവാനിടയായി. And when he saw this scene of his son carrying the wounded soldier in that battlefield, the father started to weep. എന്റെ മകനെ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. And he started to cry out saying, my son, my son. താൻ ആ പെയിന്റിങ്ങിന്റെ അടിയിൽ ഒരു വാചകം എഴുതി വെച്ചു. And he wrote, he inscribed this sentence at the bottom of that painting. എന്റെ മകൻ. My son. എന്താണ് പറഞ്ഞത്? എന്റെ മകൻ. It said, my son. എന്നിട്ട് താൻ ആ ഭിത്തിയെ തൂക്കിയിട്ടു. And he put it on that ഈ painting. പിതാവ് കുറെ കാലം കഴിഞ്ഞപ്പോൾ മരിച്ചു. And a few years later, this father died. താനൊരു വിൽപത്രം എഴുതിയിരുന്നു. And he had written this will. ആ വിൽപത്രം വക്കീലിനെ ഏൽപ്പിച്ചിരുന്നു. And he had put this will in, given it to an attorney. ഞാൻ മരിച്ചു കഴിയുമ്പോൾ ആ വിൽപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ കാര്യങ്ങൾ ചെയ്യണം. And he said, you need to administer my estate in the manner that is written in this will. ഒരു ദിവസം ഒരു വലിയ പബ്ലിസിറ്റി കൊടുത്തു. And there was a big publicity. ഈ ധനികനായ മനുഷ്യന്റെ പെയിന്റിംഗ് എല്ലാം അതേ ചിത്രങ്ങളെല്ലാം വിൽക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. അത് ലേലം വിളിച്ച് വിൽക്കാൻ പോകുന്നു. And the advertisement said that this rich man's paintings will be auctioned off. നൂറുകണക്കിന് ആൾക്കാർ ഈ പെയിന്റിംഗ് വാങ്ങിക്കാൻ കടന്നു വന്നു. And hundreds of people gathered to auction, to participate in this auction. ലേലം വിളിക്കുന്ന വ്യക്തി ഒരു സ്റ്റൂളിൽ കയറി നിന്നു. And the man that was in charge of this auction stood up. ആദ്യമേ എന്റെ മകൻ എന്നുള്ള പെയിന്റിംഗ് ആണ് ലേലം വിളിക്കാൻ പോകുന്നത്. And he said, the first painting that we are going to auction off is this painting called My Son. അവിടെ ഒന്നൊക്കെ പറഞ്ഞു ഇത് ആർക്ക് വേണം എന്റെ മകനെ? And many of them who were standing there said, who wants this painting? That's my son. സോക്രട്ടീസിന്റെ താജ്മഹലിന്റെ ഒക്കെ ചിത്രം വാങ്ങിക്കാനാണ് വന്നത്. I came to buy the paintings of some very well-known artists. അതെ ഈ അതായത് ലേലം വിളിക്കുന്ന വ്യക്തി പറഞ്ഞു എനിക്ക് ലേലം വിളിക്കുന്നതിന് ഒരു വ്യവസ്ഥയുണ്ട്. And this auctioneer said that there is a rule that I need to follow. അതനുസരിച്ച് എനിക്ക് ചെയ്യാനൊക്കത്തുള്ളൂ. I can only do based on the instructions given to me. ഈ മരിച്ച പിതാവ് ഒരു വിൽപത്രം എഴുതി വെച്ചിട്ടുണ്ട്. There is a will that this man made. അതെ ആദ്യമേ എനിക്ക് ഈ ചിത്രം ലേലം വിളിക്കണം. And the first painting that I need to auction off is this one. $5,000 പറഞ്ഞു. The people said $5,000. അവസാനം $100 ആയി. And then he took it down to $100. ആരും ലേലം വിളിക്കുന്നില്ല. No one was ഈ accepting this. പിതാവിന്റെ ഭവനത്തിൽ ഒരു സെർവന്റ് ഉണ്ടായിരുന്നു. There was a servant in this house. ആരും ഈ പിതാവിന്റെ മകനെ എന്റെ മകൻ എന്നുള്ള ചിത്രം വിളിക്കായിരുന്നപ്പോൾ ഈ വേലക്കാരൻ ഓടി പറഞ്ഞു സാറേ എന്റെ $10 ഉണ്ട് ഞാനിത് എടുത്തോളാന്ന് പറഞ്ഞു. And so this servant kept looking at the auctioneer. No one was accepting this painting, and he said, I have $10 in my hand, I'll give it to you for this painting. ഉടനെ ഈ വേലക്കാരന് ഈ ചിത്രം കൊടുക്കുകയാണ്. And so to this servant he gave that painting. ഉടനെ ലേലം വിളിക്കുന്ന ആളും ഇങ്ങനെ പറഞ്ഞു. And then the auctioneer said, ലേലം തീർന്നിരിക്കുന്നു. the auction is finished. അതെ ഇതിന്റെ അകത്തൊരു വ്യവസ്ഥയുണ്ട്. There is an instruction here. എന്റെ മകൻ എന്നുള്ള ചിത്രം ആര് വിളിക്കുന്നു അവർക്ക് ഇവിടെയുള്ള സകല ചിത്രങ്ങളും ഈ ബംഗ്ലാവും ഈ അപ്പന്റെ പ്രോപ്പർട്ടി മൊത്തം കൊടുക്കണമെന്നാണ് വിൽപത്രം. The will clearly instructs that anyone who takes the painting that says my son receives all of the paintings as well as the house and all of the possessions. ആർക്കും എന്റെ മകനെ വേണ്ട. No one wants my son. എന്നാൽ ഇത് എടുക്കുന്നവർക്ക് ഈ ബംഗ്ലാവ് സകല പെയിന്റിങ്ങും അദ്ദേഹത്തിന്റെ എല്ലാ സ്വത്തും അവനുള്ളതാണ്. But to the one that actually wanted that painting, he received everything that belonged to this man. ആ വേലക്കാരൻ അത് മൊത്തം കിട്ടുവാനിടയായി. And this servant received all of it. റോമാലേഖനത്തിൽ ഒരു വാക്യമുണ്ട്. There is this verse in Romans. 8-ാം അധ്യായം 31-ാം വാക്യം. In Romans chapter 8 and verse 31. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയണ്ടു? And what is it that we should say concerning this? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാരെ. If God is for us, who can be against us? സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും തരാതിരിക്കുമോ? He who did not spare his own son but gave him up for us all, how will he not also with him graciously give us all things? ഈ സ്വന്തം മകനെ സ്വീകരിക്കുന്നവർക്കെല്ലാം ഉണ്ട്. To the ones that receive this own son, you get everything. തന്റെ ഏകജാതനായ പുത്രനെ സ്വീകരിക്കുന്നവർ
സ്വീകരിക്കുന്നവർക്ക് എല്ലാം ഉണ്ട്. To the one that accepts his only son, you get everything. മുന്നേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ. Seek ye first the kingdom of God, അതോടെ നിങ്ങൾക്ക് സകലതും ലഭിക്കും. and with that you get everything. സ്വന്തം പുത്രനെ സ്വീകരിക്കുന്നവർക്ക് അതോടുകൂടി സകലതും ലഭിക്കുന്നതാണ് റോമരായത്തിൽ In പറഞ്ഞിരിക്കുന്നത്. the book of Romans, it's inscribed that to the ones that accept his own son, you get ഞാൻ ഈ everything. പറയുന്നതെല്ലാം നടന്ന സംഭവങ്ങളാണ്. Every event that I have described are things that ഇന്ന് actually കാലം happened. എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, Child of God listening to me this morning, സ്വന്തം പുത്രനാകുന്ന യേശു നമുക്കുണ്ടെങ്കിൽ നമുക്കെല്ലാം ഉണ്ട്. if you have this own son Jesus in your life, you have everything. സങ്കീർത്തനം വായിക്കുന്നു, അവൻ തന്റെ ജനത്തിന് ശക്തി നൽകും. തന്റെ ജനത്തിന് ശക്തി നൽകും. And then we read that he will give his people strength. അതേ, നമ്മുടെ കർത്താവ് നമ്മളോടുണ്ടെങ്കിൽ, അവനെ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, അവൻ നമ്മൾ എങ്ങനെയാ ജീവിക്കേണ്ടെന്നുള്ളതായ വഴി കാണിച്ചു തരും. ആ പരമശക്തി നമ്മുടെ മേൽ പകരും. And he will give his great power on you. If you have received Jesus, he will tell you exactly how you need to proceed. അതുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ പറഞ്ഞത്, This is why God has said like നിങ്ങൾ this. യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ Without leaving from Jerusalem, എന്നോട് കേട്ട എന്റെ പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. wait upon the promise that you have heard from me, the promise from the Father. അടുത്ത വാക്യം എന്താ അറിയാം? നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് And then he says that you will receive power. നിങ്ങൾ യെരൂശലേമിലും യഹൂദയിലും ശമരിയിലും എന്റെ സാക്ഷികളാകും. That you will be a testify for me in Jerusalem, Judea, and Samaria. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. I have all things through him who strengthens ഈ me. ശക്തിക്കുള്ള പ്രത്യേകത എന്താണെന്നറിയാമോ? What is so special about this power? ഒന്നാമത്തെ ശക്തി, The first power. അപ്പോസ്തലപ്രവൃത്തി 4-33 വാക്യം. It's in Acts chapter 4 and verse 33. അവിടെ വായിക്കുന്ന മഹാശക്തി എന്നാണ്. And we read it is a great power. മഹാശക്തി. The great power. അതേ, അപ്പോസ്തലന്മാർ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സമയമാണ് അവിടെ. And we see that the apostles were gathered together and praying in unity. വിഷയം എന്താണെന്നറിയാമോ? What is the issue? സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിന്റെ വാതിക്കുന്ന മുടന്തൻ സൗഖ്യം പ്രാപിച്ചാണ് വിഷയം. And what is the topic is at the gates of the beautiful, there was this lame man that was healed. അതേ, പത്രോസിനോട് കൂടെയുള്ള ശിഷ്യനെയും അവർ വിസ്തരിപ്പാൻ തക്കനിടയായി. And Peter and John were brought before the council to be assessed. അവരെല്ലാം പറഞ്ഞു, ഈ നാമത്തിൽ ഇനി മിണ്ടരുത്. And they told that you should not speak of this name again. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് മിണ്ടാതിരിപ്പാൻ And തക്കനൊക്കത്തില്ല. they said we cannot be quiet. ഞങ്ങളിത് കണ്ടതാണ്, This is something we've ഞങ്ങളിത് heard, അനുഭവിച്ചതാണ്, we have experienced this, ഞങ്ങളിത് പ്രാപിച്ചതാണ്. we have received this. ഞങ്ങൾക്ക് മിണ്ടാതിരിപ്പാൻ തക്കണ We സാധ്യമല്ല. cannot be quiet. അവസാനം അവരെ വിട്ടയച്ചപ്പോൾ And when they were sent out, മറ്റുള്ള അപ്പോസ്തലന്മാരെ അവർ വിവരം അറിയിച്ചു. and they informed the other apostles, നിങ്ങൾ 4 അധ്യായം വായിച്ച് അവർ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. and they started to come together and pray. രണ്ടാം സങ്കീർത്തനം ഉദ്ധരിച്ചുകൊണ്ടാണ് അവർ പ്രാർത്ഥിച്ചത്. And they were speaking from Psalms 2 when they were praying. അവിടെ വായിക്കുന്നത്, അവർ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. And we see that as they were praying, that the place that they gathered was started to shake. ഈ മഹാശക്തി അവരുടെ മേൽ വന്നു. That this great power came upon him. അപ്പോസ്തലപ്രവൃത്തി 4 അധ്യായം 33 പറയുന്നു, അവർ മഹാശക്തിയോടെ ദൈവവചനം പ്രസ്താവിച്ചു. And we read like this in verse 33 that with that great power they started to testify about this. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. I can do all things through Christ who strengthens me. അടുത്ത പോയിന്റിൽ ഞാൻ പറഞ്ഞു വിടുകയാണ്. I'm going to just call out the next point. 2 കൊരിന്ത്യർ 4 അധ്യായം 7 വാക്യം. In 2 Corinthians chapter 4 and verse 7. അവിടെ വായിക്കുന്നത് അത്യന്ത ശക്തിയാണ്. That we see that this is a power that surpasses. ഇന്ന് കാലത്ത് നമ്മൾ പ്രാപിച്ചിരിക്കുന്ന ശക്തി ഉണ്ടല്ലോ, This power that we have received, അത് അത്യന്ത ശക്തിയാണ്. it is one that surpasses. ഈ അത്യന്ത ശക്തിയാണ് ശിംശോന്റെ മേൽ കടന്നു വന്നത്. It was this kind of surpassing power that came upon Samson. ഗിദെയോൻ അതേ ചക്കിന്റെ അടുത്ത് മെതിച്ചോണ്ടിരിക്കുമ്പോൾ, When Gideon was at the winepress, ഇതാ അതെ ഒരു ദൂതൻ വന്ന് അവിടെ നിൽക്കുന്നു. and we see an angel that came there. വിളിച്ച വിളി എന്താണെന്നറിയാമോ? And the call that he had, പരാക്രമശാലിയായ യഹോവ നിന്നോട് കൂടെ ഉണ്ട്. "O mighty man of valor, the Lord is with you." അപ്പോൾ ഗിദെയോൻ ചില കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞു. And so we see that Gideon says a few things there. ദൂതൻ പറഞ്ഞു, ഈ വെള്ളത്തോടെ നീ പോകുക. And the angel said that go in this power, നീ മിദ്യാനിനെ ഒറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കും. that you're going to strike the Midianites as one man. പല പ്രാവശ്യം ഇവൻ ഒഴിവിട്ട് പറഞ്ഞു മാറാൻ നോക്കി. Why he gave so many excuses to withdraw from this? എന്നാ ദൂതന്റെ വാക്ക് എന്താണെന്നറിയാമോ? But the words of the angel, നീ ഈ വെള്ളത്തോടെ പോകുക. that you need to move forward in this power. ദൈവം ഒരാൾക്ക് ശക്തി തന്നോ, When God gives a man the power and strength, ഈ മഹാശക്തി തന്നോ, when he gives you this great power, ഈ അത്യന്ത ശക്തി തന്നോ, when he gives you this surpassing power, ദൈവമാണ് നമ്മളെ പറഞ്ഞു വിടുന്നത്. it is God that is sending you. ഈ വെള്ളത്തോടെ കടന്നു പോകുക. You go with this strength and might, കർത്താവ് നിന്നോട് കൂടെ ഉണ്ട്. because Lord is with you. അതേ ശിംശോൻ
അതേ പിന്നെയും സംശയമായിരിക്കുമ്പോൾ, And even when the doubt in Gideon continued, പല അടയാളങ്ങൾ അവിടെ നടത്തി. there was many signs that was done there. എന്നിട്ട് ഈ ദൂതൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യേ, And then this angel said, ഇന്ന് നീ രാത്രിയിൽ മിദ്യാന്യ പാളയത്തിലേക്ക് ഇറങ്ങി ചെല്ലുക. why don't you go down to the camp of the Midianites tonight? അപ്പൊ ദൈവത്തിന്റെ പ്രവർത്തനം കാണാൻ കഴിയും. And at that moment you'll see the working hands of God. ഗിദെയോൻ തന്റെ ബാല്യക്കാരൻ പൂരയും കൂട്ടിക്കൊണ്ട് മിദ്യാന്യ പാളയത്തിലേക്ക് രാത്രി പോവുകയാണ്. And in the midst of the night he's taking his servant Purim and is going down to the camp of the Midianites. അപ്പൊ ഒരു കൂടാരത്തിൽ ഇരുന്നുകൊണ്ട് രണ്ട് ആ പേര് തമ്മിൽ വർത്താനം പറയുന്നു. And so he hears this conversation between two people inside this tent. ഒരുത്തൻ പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ടു. And one person says, I saw a dream. അതേ മിദ്യാന്യ കൂടാരത്തെ ഒരു കല്ല് ഉരുണ്ട് വന്ന് അതിനെ അടിച്ച് തകർത്ത് കളഞ്ഞു. And I see that this cake of barley bread came down tumbling and destroyed the camp of the Midianites. അതും യവത്തപ്പാണ് ഉരുണ്ട് വരുന്നത്. And it is the cake of barley bread that's coming down. യവത്തപ്പ ഒരു കല്ല് ഉരുണ്ട് വന്നെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് സംശയിക്കാം. And if you would have thought about a stone rolling down, you could have imagined this. ഇത് വരുന്ന ഒരു യവത്തപ്പമാ. But it is a cake of barley bread that's coming down. ഈ യവത്തപ്പം വന്ന് മിദ്യാന്യ പാളയത്തിൽ കൂടാരത്തിന്മേൽ അടിച്ചപ്പോൾ ഈ കൂടാരമെല്ലാം തകർന്നു. And that this cake of barley bread, as it was rolling down the mountain, that it came down to the tents and it destroyed the camp of the Midianites. ഈ കേട്ട വ്യക്തി പറഞ്ഞത് അറിയാമോ? And the person that was listening to this said, ഇത് ഗിദെയോന്റെ വാളല്ലാതെ മറ്റൊന്നുമല്ല. this is nothing other than the sword of Gideon. ഈ സ്വപ്നം കേട്ടപ്പോൾ, and when Gideon heard this dream, ഗിദെയോൻ അവിടെ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. he fell down and he worshipped. ഗിദെയോനെ നിന്നെ ഒരു യവത്തപ്പത്തോടാണ് സാദൃശ്യപ്പെടുത്തിയത്. Understand that you are being compared to a cake of the barley bread. യവത്തപ്പം ഒന്ന് ഉരുണ്ടാൽ അത് മൊത്തം ചെതറിപ്പോകും. And if this barley bread starts to roll, it will scatter on its own. നീ ഒന്ന് ഉരുണ്ടാൽ ചെതറിപ്പോകേ ഉള്ളൂ. You are easily scatterable by just one roll. നീ ഒന്ന് ഉരുണ്ടാൽ നീ തകർന്നു പോകേ If ഉള്ളൂ. you just move just a little bit, you can just be torn apart. നിനക്കായ ഒരു ശക്തിയൊന്നുമില്ല. You by yourself do not have strength. എന്നാൽ നിന്നെ ശക്തനാക്കുന്ന ദൈവം ഉണ്ടല്ലോ. But the God that strengthens you, ആ ദൈവം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ, if that God is with you, ഒന്നുരുണ്ടാൽ തകർന്നു പോകാതെ നിന്നെ കൊണ്ട് മിദ്യാന്യരെ ഒറ്റമേറ്റപ്പോൾ തോൽപ്പിക്കാൻ കഴിയും. He is the one that while you don't have the ability, he will help you to roll down and strike the Midianites as one man. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകും. I can do all things through him who strengthens me. എഫെസ്യ ലേഖനം 1-19 വാക്യം. In Ephesians chapter 1 verse 19, അവിടെ വായിക്കുന്ന അളവറ്റ ശക്തി എന്നാണ്. and we see an immeasurable greatness of the power. നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ശക്തി അളവറ്റ ശക്തിയാണ്. The power that we have is an immeasurable great power. രക്തസ്രവക്കാരിയായ സ്ത്രീ യേശുവിനെ കുറിച്ചുള്ള വർത്തമാനം കേട്ടു. And when this woman that had the issue of blood heard about Jesus, അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലൊന്നും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് ചിന്തിച്ചു. and she believed that if I can touch the hem of the garment that I could be healed. പുരുഷാർത്ഥത്തിനിടയിൽ കൂടി പോയി അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലും And തൊട്ടു. through the crowd she walked up and touched the hem of his അവനിൽ garment. ശക്തി പുറപ്പെട്ടു. And a power came through her, to her. ഇത് അളവറ്റ ശക്തിയാണ്. This is an immeasurable power. അവളുടെ വിശ്വാസം എത്ര വലിയതാണ്. What a great faith she had. അവന്റെ വസ്ത്രത്താലും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും. If I touch the hem of his garment, I will be healed. ഞാൻ അതേക്കുറിച്ച് വിവരിക്കുന്നില്ല. I'm not going to describe this. യേശു ഒരു ചോദ്യം ചോദിച്ചു. And the question Jesus asked, എന്നെ തൊട്ടതാരെ? who touched me? അതെ അവര് അല്ല ശിഷ്യന്മാരെല്ലാം പറഞ്ഞു, അതെ ഇത്രയും പുരുഷാരുള്ളപ്പോ നിന്നെ തൊട്ടത് ആരാ? എത്ര പേര് തൊട്ട് കാണും? And the disciples said, there may be so many people that touched you in the midst of this crowd. എന്നാൽ ആവശ്യബോധത്തോടെ ഒരാൾ എന്നെ തൊട്ടിട്ടുണ്ട്. But there is one that has touched me that has a need. അതെ ആ ഒരാളുടെ എന്റെ മേൽ ശക്തി പുറപ്പെട്ടിരിക്കുകയാണ്. Because power has gone out of me. രക്തസ്രവക്കാരത്തി സ്ത്രീ വിറച്ചുകൊണ്ട് മുന്നേ വന്നു നിന്നു. And shaking, this woman with the issue of blood came to the front. കർത്താവേ ഞാനാണ് നിന്നെ തൊട്ടത്. Oh Lord, it is I who touched you. ഞാൻ പല വൈദ്യന്മാരെ കൊണ്ട് ചികിത്സിപ്പിച്ചതാണ്. I have been treated by many physicians. എനിക്ക് ഒട്ടും ഭേദം വന്നില്ല. And there has been no change in my life. എന്റെ പണം മൊത്തം ഞാൻ ചെലവാക്കിയതാണ്. I have spent so much money behind this issue. അതെ വിവിധ ഡോക്ടർമാരേക്ക് ഞാൻ പോയതാണ്. I have gone through many different physicians. അവർ പറഞ്ഞ ട്രീറ്റ്മെന്റ് എല്ലാം ഞാൻ ചെയ്തതാണ്. And I have completed all of the treatment. ഞാൻ ഏറ്റവും പരവശയായി പോയി. And I am now desperate. എനിക്ക് ഒട്ടും സൗഖ്യമില്ല. I do not have healing in my life. ഞാൻ അങ്ങയെ കുറിച്ച് കേട്ടപ്പോ, when I heard about you, പുരുഷാർത്ഥം നിന്റെ മുമ്പിൽ വരാത്ത ഗുണക്കത്തില്ല. it is tough to come to front in the front of you because of the crowd around you. ഞാൻ അറക്കപ്പെട്ടവളാണ്. Because I am despised by the ഞാൻ people. നിന്റെ വസ്ത്രത്തോട് അന്തകണം I തീരുമാനിച്ചു. decided to touch the hem of your എന്നിലേക്ക് garment. ഒരു പവർ കടന്നു വന്നു. And into me a power came. ഞാനിപ്പോ സൗഖ്യമായിരിക്കുന്നു. I am now healed.
അതേ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. I can do all things through him that strengthens me. കൊലോസ്യ ലേഖനം 1-11 വാക്യം. When you read Colossians chapter 1 verse 10 and 11, അവിടെ പൗലോസ് പറയുന്ന പൂർണ്ണ ശക്തി. and we see that we see a full power here. ശമര്യക്കാരത്തെ സ്ത്രീയോട് കർത്താവ് ഇങ്ങനെ പറഞ്ഞു. And to the Samaritan woman he said, ദൈവത്തെ ആരാധിക്കുന്നവർ പൂർണ്ണ ശക്തിയോടെ ആരാധിക്കണം. that those who worship God should worship him with full strength. ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. And to the power and in the spirit. പൗലോസ് സീലാസും കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. When Paul and Silas were in the prison, പകലും മൊത്തം അടിയുള്ളവരാണ്. and they were whipped all day long, ശരീരം മുഴുവൻ മുറിവേറ്റവരാണ്. and they were bleeding on their bodies through the injuries they have, അർദ്ധരാത്രി വരെ അവരുടെ മുറിവുകളുടെ വേദന സഹിക്കാൻ വയ്യാതിരിക്കുകയാണ്. and they have been suffering through this pain through up to the midnight hour. അർദ്ധരാത്രി വന്നപ്പോൾ But when the midnight hour അവർ came, പാട്ട് പാടാൻ തുടങ്ങി. they started to sing. അവർ ആത്മാവിൽ ആരാധിക്കാൻ They തുടങ്ങി. started to worship in the spirit. പൂർണ്ണ ശക്തിയോടെ ആരാധിക്കാൻ തുടങ്ങി. They started to worship with full strength. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങാൻ തുടങ്ങി. And the foundations of the prison started to shake. കഷ്ടതയാണ് പ്രയാസമാണെന്ന് പറഞ്ഞാൽ ഇരുന്നാൽ ഒക്കത്തില്ല ദൈവവേദനയിൽ. You cannot sit there by saying that I am facing problems in my life. നിന്റെ ആരാധനയുടെ വേണ്ടി ദൈവത്തെ ആരാധിക്കണം. In the midst of your worship, you should focus on this God. നീ ദൈവത്തെ സ്തുതിക്കണം. You need to praise this God. അപ്പോൾ നിന്റെ ബന്ധനങ്ങളെല്ലാം അഴിഞ്ഞു മാറും. And that's when the bondages in your life will start to be loosened. കാരാഗ്രഹത്തിന്റെ വാതിൽ തുറന്നു. The gates of that prison started to open. അവരുടെ ബന്ധനങ്ങളെല്ലാം അഴിഞ്ഞു പോയി. And all their chains started to fall apart. ആ രാത്രി കാരാഗ്രഹ പ്രമാണി കുടുംബവും രക്ഷിക്കപ്പെട്ടു. And that night the jailer and his family got saved. അഞ്ചാമത്തെ വിഷയം. The fifth point. 2 പത്രോസ് 1:3. 2 Peter 1 verse 3. അവിടെ വായിക്കുന്നു ദിവ്യശക്തി. And we see the divine ഇത് power. ദൈവിക ശക്തിയാണ്. This is the divine power. നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ശക്തി ദൈവിക ശക്തിയാണ്. The power that you have in your life is a divine എന്റെ power. സമയം പോകുകയാണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്താൻ പോകുകയാണ്. And because my time is going, I'm going to stop here. ഈ ദൈവിക ശക്തി നമ്മൾ പ്രാപിക്കണം. We need to receive this divine power. ഞാൻ ഇതിനോട് പറഞ്ഞു, രണ്ടുപേരും ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു. There were 2 people working in this company. അവർ വലിയ സ്നേഹിതന്മാരായിരുന്നു. And they were great friends. കുറേ സമയം കഴിഞ്ഞപ്പോൾ അവർ തമ്മിൽ ആർഗ്യുമെന്റ് ഉണ്ടായി. And after some time they started to have an argument. ഇവർ രണ്ട് പാർട്ടിയിൽ ചേരുവാനൊക്കെ റെഡിയായി. And they were on 2 sides at this point. പാർട്ടി വലിയ വഴക്കുണ്ടായപ്പോൾ And on both sides of the party, when there was a big fight, ഒരു സ്നേഹിതനെ കൊന്നു. and we see a friend stabbing another. ആരാണോ കുത്തിയത്? Who stabbed? അവനെ 12 വർഷം ജയിലിലേക്ക് ഇട്ടു. The one that stabbed was put in prison for 12 years. 12 വർഷം കഴിഞ്ഞ് അവൻ ജയിലിൽ നിന്ന് വരികയാണ്. And after 12 years he is coming back. അവൻ ജയിലിൽ വെച്ച് മാനസാന്തരപ്പെട്ടു. And he was saved, he repented while he was in the ഒരു prison. സുവിശേഷം ചെന്ന് സുവിശേഷം പറഞ്ഞ് അവൻ രക്ഷിക്കപ്പെട്ടു. And because someone who shared the gospel shared with him, he got saved. മരിച്ചുപോയവന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും അവർ വളരെ കഷ്ടപ്പെട്ട് ഈ 12 വർഷം ജീവിക്കുകയാണ്. And for the 12 years, this wife of the man that died and his children have been suffering and going through so much heartache. അവരും പെന്തക്കോസ്ത് ആരാധനയിൽ പോകുന്നുണ്ട്. They also go to worship. എന്നാൽ അവൾ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചു, ശക്തി ലഭിക്കുന്നില്ല. But she's been praying for the Holy Spirit, but she's not receiving this Holy തന്റെ Spirit. ഭർത്താവിനെ കൊന്നതായ പക അവളുടെ ഉള്ളിൽ കിടപ്പുണ്ട്. Because she has the revenge mindset of the fact that this man had killed her കഴിഞ്ഞ husband. 12 വർഷം അവൾ എത്രമാത്രം പ്രയാസപ്പെട്ടു. Through the last 12 years, she's been holding on to this. ഈ ജയിലിൽ നിന്ന് ഇറങ്ങി വന്ന വ്യക്തി ഒന്ന് കാണാൻ തക്കണം തീരുമാനിച്ചു. And so she decided to see this man who got out of prison. തന്റെ ഭർത്താവിനെ കൊന്ന ഈ കൊലയാളിയെ കണ്ടപ്പോൾ ഇവൾ വാവിട്ട് കരയാന്നൊക്കെ ഉണ്ട്. And when she saw the man that killed her husband, she started to cry loudly. സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല. I'm not going to call out the name of the place. ഈ സ്ത്രീ അദ്ദേഹവും കരയാൻ തുടങ്ങി. And he started to cry as well. ഈ സ്ത്രീ ഒരു വാചകം ഇങ്ങനെ പറഞ്ഞു, And the words that this woman said, നീ എന്റെ ഭർത്താവിനെ കൊന്നു, you killed my husband. നീ എന്നോട് കടംപെട്ടവനാണ്, You owe me a debt. എനിക്ക് നിന്നോട് ദേഷ്യമുണ്ട്, I am angry at you. എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ എങ്ങനെ വളർത്തും എന്നുള്ള പ്രയാസം ഞാൻ അനുഭവിക്കുന്നുണ്ട്. I suffer through the fact on how I should raise my എന്നാൽ children. ഞാൻ ഒരു കാര്യം പറയട്ടെ, But let me tell you this, ഞാനിപ്പോ രക്ഷിക്കപ്പെട്ടു. I have been saved. ഇപ്പോൾ എന്റെ പക ഞാൻ തന്നെത്താൻ വിടുകയാണ്. And I'm going to take this revenge and the hatred that I have, I'm going to set it apart. ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. I am forgiving you. അവനും ക്ഷമ ചോദിച്ചു. He also asked for ഇവൾ forgiveness. തിരിച്ചു കടന്നു വന്നു. She came back. ദൈവസംഘം അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. When she started to bow in the presence of God and അവളുടെ started മേൽ to pray, പരിശുദ്ധാത്മാവിന്റെ ശക്തി വന്നു. the power of the Holy Spirit came upon her. ഏതെങ്കിലും പക ആരോടെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവിക ശക്തി പ്രാപിപ്പാൻ If സാധ്യമല്ല. you have a revenge mindset or something against another person in your mind, you will not receive this power of God. നമുക്കിവിടെ ജീവിക്കണമെങ്കിൽ ദൈവിക ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ ജീവിക്കാൻ For you to live in this place and survive, you do need this power of God. ഒന്ന് മഹാശക്തി, One is the great power. രണ്ട് അത്യന്ത ശക്തി, Second is the surpassing power. മൂന്നാമത്തെ ശക്തി So
third is the immeasurable. മൂന്ന് പൂർണ്ണ ശക്തി. So the fourth one is the power of fullness and the full power. അഞ്ച് ദിവ്യ ശക്തി. And the fifth one is the divine power. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. Let's all stand up. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പാട്ടുകാർ മുൻപോട്ട് കടന്നു വരാം. നമുക്ക് എല്ലാവർക്കും ചേർന്ന് കാര്യങ്ങൾ വെച്ചൊരു പാട്ട് പാടാം. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. എല്ലാവരും ഒന്ന് പറഞ്ഞേ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. പറ, ഞാൻ സകലത്തിലും മതിയാകുന്നു. ശക്തനാക്കുന്ന ദൈവത്തിന്റെ അരങ്ങിലേക്ക് എത്തിക്ക. പാട്ട് പാടാം. ഭാരങ്ങൾ തൻ ചുമലിൽ വച്ചു ഞാനെന്നു വിശ്രമിക്കൂ. എന്റെ ഭാരങ്ങൾ തൻ ചുമലിൽ വച്ചു ഞാനെന്നു വിശ്രമിക്കും. ദുഃഖവേളയിലും പുതുഗീതങ്ങൾ ഞാൻ പാടിയാനന്ദിച്ചാശ്വസിക്കും. ദുഃഖവേളയിലും പുതുജീവങ്ങൾ ഞാൻ പാടിയാനന്ദിച്ചാശ്വസിക്കും. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. വരുമാവത്തിൽ നൽകുണതാ താപത്തിൽ നൽകുണതാ. വരുമാവത്തിൽ നൽകുണതാ വരുമാവത്തിൽ നൽകുണതാ. ഇരുൾ മൂടുവൻ ജീവിത പാതയിലും തരും വെളിച്ചവും അഭയവും നാം. ഇരുൾ മൂടുവൻ ജീവിത പാതയിലും തരും വെളിച്ചവും അഭയവും നാം. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. മറ്റൊരാരിലും ഞാൻ സഹായം വെള്ളം തേടുകില്ല നിശ്ചയം. മറ്റൊരാരിലും ഞാൻ സഹായം വെള്ളം തേടുകില്ല നിശ്ചയം. ജീവനാളറിഞ്ഞ് ജീവനാളെല്ലാം നടത്തിയിടുവേ. ജീവനാളറിഞ്ഞ് ജീവനാളെല്ലാം നടത്തിയിടുവേ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. എന്റെ ഭാരങ്ങൾ തൻ ചുമലിൽ വെച്ചു ഞാനിന്നു വിശ്രമിക്കൂ. എന്റെ ഭാരങ്ങൾ തൻ ചുമലിൽ വെച്ചു ഞാനിന്നു വിശ്രമിക്കൂ. ദുഃഖവേളയിലും പുതുഗീതങ്ങൾ ഞാൻ പാടിയാനന്ദിച്ചാശ്വസിക്കും. ദുഃഖവേളയിലും പുതുഗീതങ്ങൾ ഞാൻ പാടിയാനന്ദിച്ചാശ്വസിക്കും. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. ഒരു സൈന്യമെനിക്കെതിരെ വരുമെന്നാലും ഞാൻ ഭ്രമിക്കാം. ഒരു സൈന്യമെനിക്കെതിരെ വരുമെന്നാലും ഞാൻ ഭ്രമിക്കാം. തിരുച്ചിറകുകളാൽ എന്നെ മറയ്ക്കുന്നതാൽ ഒരു ദോഷവും എനിക്ക് വരാം. തിരുച്ചിറകുകളാൽ അവൻ മറയ്ക്കുന്നതാൽ ഒരു ദോഷവും എനിക്ക് വരാം. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. പിന്നിൽ വാസസ്ഥലം ഒരുക്കി വരുമെന്ന പ്രിയൻ വിരവിൽ. പിന്നിൽ വാസസ്ഥലം ഒരുക്കി വരും പ്രാണപ്രിയൻ വിരവിൽ. അന്നു ഞാനവൻ മാറി മറഞ്ഞിടുമേ. കണ്ണു പൂർണ്ണമായി തോന്നിടുമേ. അന്നു ഞാനവൻ മാറി മറഞ്ഞിടുമേ. കണ്ണു പൂർണ്ണ
ആശ്വസിക്കും. ദുഃഖവേളയിലും പുതുഗീതങ്ങൾ ഞാൻ ആടിയാനന്ദിച്ചാശ്വസിക്കൂ. എന്നെ കരുതുവാൻ കാക്കുവാൻ യേശു എന്നും മതിയായവൻ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു നമ്മളെ പരിപാലിക്കുന്നവൻ, നമ്മളെ പുലർത്തി നടത്തുന്ന ദൈവം, നമ്മളെ കാക്കുവാൻ പാലിപ്പാൻ യേശു ദൈവം മതിയായവനാവേ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. എല്ലാവരും കർത്താവിനെ സ്തുതിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച നാൾ സ്തോത്രം. ഞങ്ങളെ ബലപ്പെടുത്തിയല്ലോ. ഇന്ന് പലകാലം ഞങ്ങൾ എല്ലാവരും അനുഗ്രഹിച്ച നാൾ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കേൾക്കുമാറാകണമേ. ആമേൻ.